ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആലു പാലക്കാണ്. അപ്പോൾ നമുക്ക് സമയമൊന്നും കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഫ്രഷ് പാലക്കാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കെട്ട് പാലക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു കെട്ട് മൊത്തമായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രഷ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക പാലക്ക്, അല്ലെങ്കിൽ ആ ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മണ്ണൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം നല്ലോണം വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇവിടെ കുക്കിംഗ് പോട്ടിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ കൈവച്ചൊന്ന് നമ്മൾ നിരടിയിട്ട് മുറിച്ചിട്ട് അങ്ങനെ ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തിച്ച് മുറിച്ചിടാം. ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വലുപ്പമൊന്നും ഇതിൻ്റെ പ്രശ്നമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈവച്ച് നിരടി പൊട്ടിച്ചിടുവാണേ. അപ്പോൾ നോർമലി കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഈ വെജീസൊക്കെ കഴിക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ എൻ്റെ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ, ഇതൊന്നും കഴിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ അറിയാതെ തന്നെ ഇതൊക്കെ വയറ്റിലെത്തും. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഈ പാലക്ക് നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ വൈറ്റമിൻസൊക്കെ ഉള്ള നല്ലൊരു ലീഫി വെജിറ്റബിളാണ്. അതുപോലെ ഇത് കണ്ണിൻ്റെ ശക്തിക്കും നമ്മളെ ദഹനത്തിൻ്റെ പ്രശ്നത്തിനും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അയണിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ലീഫി വെജിറ്റബിൾസ്, പാലക്ക് പോലത്തെ അതുപോലെ ചീരയൊക്കെ ഫുഡിൽ കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കൈവച്ച് എല്ലാം നിരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ, വ്ളോഗായിട്ടും അതുപോലെ കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ പാലക്കെല്ലാം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയിട്ട് ഒരു 5 മിനിറ്റോളം മതി. മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഇതൊന്ന് എന്താ പറയണ്ട, നല്ലോണം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം നല്ലോണം തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും വറ്റിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു പാലക്ക് ചൂടോടെ തന്നെ നമുക്ക് വേറൊരു തണുത്ത വെള്ളത്തിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഐസും ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ പാലക്കിൻ്റെ ഈ ഒരു പച്ച നിറം നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു പച്ച നിറം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തണുത്ത വെള്ളം തന്നെ നമുക്കിതിന് വേണം. അപ്പോൾ നമുക്ക് ഈ പാലക്ക് ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിക്ക് നല്ല പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പാലക്കിൻ്റെ ഒരു കുറച്ചൊരു ബ്രൗണിഷ് കളറായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു തണുത്ത വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു പച്ച കളർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട്, നമ്മൾ പാലക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ മിക്സറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലക്കിൻ്റെ തണ്ട് ഒഴിവാക്കാവുന്നതാണ്, പക്ഷേ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്ര വലിയ അങ്ങനെ എന്താണ് മൂത്ത് ടൈപ്പ് തണ്ടൊന്നുമല്ല ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പം ഞാൻ ഇതിൽ കുറേ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് അത്യാവശ്യം നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ നടിക്കുമ്പോഴുള്ള ആ ഒരു വെള്ളം തന്നെ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പച്ച കളർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള പുഴുങ്ങിയിട്ടുള്ള ഒരു 5 പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഞാനിത് എടുത്ത് വേവിച്ചപ്പം കുറച്ചൊന്ന് വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടാറ്റോസൊക്കെ നമുക്കൊന്ന് പീസസാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് എണ്ണയിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്ര വെന്ത് പോയത് എൻ്റെ അടുത്ത് കുറച്ച് വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്നാമത് എൻ്റെ പൊട്ടാറ്റോസ് എല്ലാം എനിക്കൊന്ന് വേറെ വേറെ വെറൈറ്റി പൊട്ടാറ്റോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ വേവ് നോക്കിയപ്പോൾ മറ്റേത് കൂടുതൽ വെന്ത് പോയി കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മുളക് പൊടി ജസ്റ്റ് വിതറി
കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് എണ്ണയിലിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കറിക്ക് വേറെ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മുളക് പൊടി മാത്രമേ ഉള്ളൂ. നമുക്ക് പൊട്ടാറ്റോ കുറച്ചൊരു കുറച്ചും കൂടി ഫ്ലേവർഫുള്ളാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തത്. അപ്പോൾ പൊടിയൊന്ന് ഈ പൊട്ടാറ്റോസിൻ്റെ മേലെ നമുക്കൊന്ന് ഒന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മളുടെ കുക്കിംഗ് പോട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു എണ്ണ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്രയും ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പൊട്ടാറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. നമുക്കൊന്ന് കളറ് മാറി കിട്ടിയേ വേണ്ടൂ. അപ്പം ആ ഒരു മുളകൊക്കെ ഇതിലേക്ക് പിടിക്കാൻ മാത്രമാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിർബന്ധമൊന്നുമില്ല ഇതിങ്ങനെ ചെയ്യണമെന്ന്. കുറച്ചും കൂടി പൊട്ടാറ്റോ ഫ്ലേവർ കൂട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയൊരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഒന്ന് വാടിക്കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് 3 പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ പച്ചമുളക് കുറച്ച് എരിവുള്ളതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നീളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ചുവന്ന മുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. റെഡ് ചില്ലി പൗഡർ ഒന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 ടീസ്പൂണിൻ്റെ അത്രയും ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയ ജീരകപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി മുറിച്ച് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂണിൻ്റെ അത്രയും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ മസാല ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് നല്ലോണം വാടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പാലക്കിൻ്റെ ആ ഒരു പ്യൂരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കാണാൻ നല്ല ഗ്രീൻ കളർ തന്നെയാണ് നമ്മുടെ പ്യൂരി ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പല കളറിലുള്ള കറിയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും ഒരു കഴിക്കാനൊരു നല്ലൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ പ്യൂരി അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സറിൽ തന്നെ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നതിനാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മളുടെ ഈ കറി കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിൽ 2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഇതിൽ ഓയിലും ഒക്കെ കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഈ ഒരു കറി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കസൂരി മേത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയും ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഈ കറി ഓഫാക്കി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഗ്രീനിഷ് കളറായിട്ടുള്ള കറി നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതെ തന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നോർമലി ചപ്പാത്തിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തി ആയിരുന്നു. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫീഡ്ബാക്ക് മറക്കാതെ ഇടുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അത് കാണുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ്.